നമസ്കാരം, യോഗനാഥ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ലിൻഡ ജോർജ്. പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസ് NIA ഏറ്റെടുത്തു. പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട കേസും NIA ഏറ്റെടുക്കും. OBC മോർച്ച അധ്യക്ഷൻ രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസും NIA അന്വേഷിച്ചേക്കും. കേരളത്തിൽ വീണ്ടും നരബലി ശ്രമം. ഇലന്തൂരിലെ നരബലിക്ക് ശേഷം തിരുവല്ലയിലാണ് നരബലിക്ക് ശ്രമം നടന്നത്. തിരുവല്ല കുറ്റിപ്പുഴയിലാണ് ആഭിചാര കർമ്മം നടന്നത്. കൊച്ചി താമസിക്കുന്ന കുടുകു സ്വദേശിനിയാണ് നരബലിക്ക് ഇരയായത്. CPM സംസ്ഥാന നേതൃത്വങ്ങൾക്ക് തുടക്കമായി. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നേതൃയോഗങ്ങൾ. ഇന്നും നാളെയും സംസ്ഥാന സമിതിയും വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരും. തിരുവനന്തപുരത്ത് 3ാം ക്ലാസ് വിദ്യാർത്ഥിനി കാലിലൂടെ ലോറി കയറി. പൂവച്ചിൽ UP സ്കൂളിലെ വിദ്യാർത്ഥി ഇമ്മാനുവേലിന്റെ കാലിലൂടെയാണ് ലോറി കയറിയത്. സ്കൂളിന്റെ മുന്നിലായിരുന്നു അപകടം. സിമന്റ് കയറി വന്ന ലോറിയാണ് വിദ്യാർത്ഥിയെ ഇടിച്ചത്. കോവിഡിനെതിരെ ജാഗ്രത തുടരണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ചൈന അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. തൃശൂർ കുതിരാൻ വഴക്കുംപാറയിലെ സർവീസ് റോഡ് നിലനിർത്താൻ പാർശ്വഭിത്തി ബലപ്പെടുത്തും. പാർശ്വഭിത്തിയും ദേശീയപാതയിലും വിള്ളലുമായി ബന്ധപ്പെട്ട് മന്ത്രി K രാജന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിർമ്മാണത്തിൽ കരാർ കമ്പനിയും NHAയും ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് നിഗമനം. ക്രിസ്മസ് പുതുവത്സരക്കാലത്ത് തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് ദക്ഷിണ റെയിൽവേ. 51 സ്പെഷ്യൽ ട്രെയിനുകളാണ് അനുവദിച്ചിരിക്കുന്നത്. മറ്റന്നാൾ മുതൽ ജനുവരി 2 വരെയുള്ള ദിവസങ്ങളിലാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുക. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെയുള്ള ലാഭം ഭീകരവാദത്തിന് വളമാകുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ലഹരി ഉപയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിലെ തിരക്കിൽ തീർത്ഥാടകരെ സഹായിക്കാൻ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി. തിരക്ക് കുറയ്ക്കാൻ KSRTC പരമാവധി സർവീസ് നടത്തണം. പമ്പയിലെ മെഡിക്കൽ സജ്ജീകരണങ്ങളെപ്പറ്റി മെഡിക്കൽ ഓഫീസർമാർ വെള്ളിയാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. കാതോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിൽ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ, IT സഹകരണ മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ എന്നിവർക്കൊപ്പമാണ് ആൻഡ്രൂസ് താഴത്തിൽ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 15 മിനിറ്റോളം നീണ്ടുനിന്നു. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.